മോഹൻലാൽ വൈശാഖ് കൂട്ടുകെട്ടിൽ പിറന്ന പുലിമുരുകൻ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിനൊപ്പമാണ് മമ്മൂട്ടിയെ നായകനാക്കി ജോണി ആന്റണി സംവിധാനം ചെയ്ത തോപ്പിൽ ജോപ്പൻ റിലീസ് ചെയ്തത്. ഒക്ടോബർ 7-ന് നവമി ദിനത്തിൽ ഇരു ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തി. പുലിമുരുകനെ പോലെയുള്ള വലിയൊരു ചിത്രത്തിനൊപ്പം റിലീസ് ചെയ്താൽ തോപ്പിൽ ജോപ്പൻ പരാജയപ്പെടും എന്ന് പലരും പറഞ്ഞു. എന്നാൽ തോപ്പിൽ ജോപ്പൻ ഇപ്പോൾ വൻ വിജയമായി തീർന്നിരിക്കുകയാണെന്നും അതിന് കാരണം പുലിമുരുകൻ ആണെന്നും സംവിധായകൻ ജോണി ആന്റണി പറയുന്നു. പുലിമുരുകൻ എന്ന മോഹൻലാൽ വൈശാഖ് ചിത്രത്തിനോടൊപ്പം നവരാത്രി സമയമായ ഒക്ടോബർ 7-ന് റിലീസ് ചെയ്തതുകൊണ്ടാണ് തോപ്പിൽ ജോപ്പൻ വൻ വിജയമായി മാറിയതെന്ന് ജോണി ആന്റണി വ്യക്തമാക്കി. നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണ് ഒക്ടോബർ 7-ന് തന്നെ ജോപ്പൻ റിലീസ് ചെയ്തത്. പുലിമുരുകനുമായി മത്സരം ഉണ്ടായതുകൊണ്ടാണ് തോപ്പിൽ ജോപ്പനെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കുന്നത്. കുടുംബ പ്രേക്ഷകരാണ് തന്റെ സിനിമ ഇത്രയും വിജയമാക്കി തീർത്തതെന്നും ജോണി ആന്റണി പറഞ്ഞു. എന്നാൽ സിനിമാ വ്യവസായത്തെ തന്നെ തകർക്കുന്ന കുപ്രചാരണങ്ങൾ പലപ്പോഴായി നടക്കുന്നു. ഒരു TV ചാനലിൽ സിനിമ ഉടൻ വരുന്നു എന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇവർ സിനിമയെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജോണി ആന്റണി കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.